89.6 FM Sargakshetra. SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ന്യൂട്രീഷൻ ആൻഡ് വിഷനെ കുറിച്ചാണ്. കാരണം സെപ്റ്റംബർ 1 to 7 ന്യൂട്രീഷൻ വീക്കായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് നാഷണൽ ന്യൂട്രീഷൻ മന്ത് ആണ്. സോ ഇന്നേ ദിവസം നമ്മൾ ന്യൂട്രീഷനും എങ്ങനെയാണ് നമ്മുടെ കാഴ്ചയും ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഡെയിലി ഈ ഒരു ബ്ലൂ ലൈറ്റിൻ്റെ പിന്നാലെയാണ്. നമ്മളിപ്പോൾ കൊച്ചതായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ, വലുതായിക്കോട്ടെ, എല്ലാവരും ജോലി കാര്യങ്ങളായിക്കോട്ടെ, പഠിക്കാനായിക്കോട്ടെ, അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ടും നമ്മൾ ഈ ഒരു സ്ക്രീനിൽ, ഫോണിൽ, ടാബിൽ, ലാപ്ടോപ്പിൽ, TV-യിൽ ഒക്കെ നമ്മൾ ചിലവഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെന്ന് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. സോ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തെ ഫുഡിലൂടെ എങ്ങനെ വീണ്ടെടുക്കാം, എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ന്യൂട്രീഷൻ വീക്കിൽ നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്, അറിയാനായിട്ട് പോവുകയാണ്. നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ എക്സ്പേർട്ടും ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് സെപ്റ്റംബർ 3 ആണ് ഓഫ് കോഴ്സ്. പക്ഷേ ഈ ഒരാഴ്ച സെപ്റ്റംബർ 1 to 7 എന്ന് പറയുന്നത് വേൾഡ് ന്യൂട്രീഷൻ വീക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഇന്ന് കുറച്ചൊന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ഫോക്കസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആക്ച്വലി ന്യൂട്രീഷൻ ആൻഡ് വിഷൻ, നമ്മുടെ കാഴ്ചയെ എങ്ങനെയാണ് ന്യൂട്രീഷൻ എഫക്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്, പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബ്ലൂ സ്ക്രീൻ എന്ന് പറയുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ എല്ലാവർക്കും വന്നു ചേരുന്നുണ്ട് എന്നൊരു കാര്യം നമ്മൾ അറിയാതെ പോകരുത്. ഈ ഒരു ന്യൂട്രീഷൻ വീക്ക് നമ്മളെ എന്തുകൊണ്ട് ആചരിക്കുന്നു, എന്തുകൊണ്ട് നമ്മളിത് എംഫസൈസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ എക്സ്പേർട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. We have Lakshmi Srinath, consultant dietitian, author, entrepreneur from Fun Wellness Clinic, Kadavantara, Ernakulam. Ma'am, welcome to the show. Thank you, Joe. Thank you. Very good morning to you. യെസ്, ഗുഡ് മോർണിംഗ് മാം. ആൻഡ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരാഴ്ച എന്ന് പറയുന്നത് മാമിനെ സംബന്ധിച്ച്, നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീക്ക് തന്നെയാണ്. കാരണം ന്യൂട്രീഷൻ വീക്കാണ്. സോ മാമിനോട് ആദ്യം തന്നെ ചോദിക്കാനായിട്ടുള്ളത് ഈ ഒരു ന്യൂട്രീഷൻ വീക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് മാം? ഈ ന്യൂട്രീഷൻ വീക്ക് എന്ന് പറഞ്ഞ ഗവൺമെന്റ് ആചരിക്കുന്നത് കാര്യം അതിൽ അവയർനെസ് കൊടുക്കാനാണ്. പോഷണത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ന്യൂട്രീഷന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചുമ്മാ വാരി വലിച്ചു കഴിക്കുക, കിട്ടുന്നത് കഴിക്കുക എന്നുള്ളതല്ല. അത് എന്തുകൊണ്ട്, വാട്ട്, ഹൗ ആൻഡ് വെൻ ടു ഈറ്റ്, ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് കൺസെപ്റ്റ് ആൾക്കാർക്ക് എല്ലാവർക്കും, ഇപ്പൊ ഓർഗനൈസേഷൻസ് ഒക്കെ അവെയർ ആണ്. ന്യൂട്രീഷൻ വീക്ക് മാത്രമല്ല, സെപ്റ്റംബർ മുഴുവനും നാഷണൽ ന്യൂട്രീഷൻ മന്ത് ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പൊ ഓരോ വർഷവും ഓരോ തീം ഉണ്ട്. ഈ പ്രാവശ്യത്തെ ന്യൂട്രീഷൻ ഫോർ എവറി വൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അത് അവെയർനെസ് എന്ന് പറയുമ്പോൾ കമ്പനീസിലാണെങ്കിലും സ്കൂൾസിലാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ എല്ലാവരും ഇതിനെക്കുറിച്ചൊരു പ്രചരണം നടക്കുന്നുണ്ട്, അവെയർനെസ്. അപ്പൊ അത് ഒരു മാസത്തെ അവെയർനെസ് ആയിരിക്കാം, പിന്നെ അങ്ങോട്ട് ആൾക്കാർക്കൊരു ബോധവൽക്കരണം പോലെ ഞങ്ങൾ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് കഴിക്കേണ്ടത്. അതാണ് മെയിൻ എയിം ഓഫ് ഒരു ന്യൂട്രീഷൻ വീക്കും മന്തിന്റെ ഒക്കെ. ഓക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു ന്യൂട്രീഷൻ വീക്ക് എന്തുകൊണ്ട് നമ്മൾ ആചരിക്കുന്നു, അതിൻ്റെ ഒരു ഗോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ന്യൂട്രീഷൻ ആൻഡ് വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്, എന്നൊരു ഐഡിയ ആണ്. അപ്പം അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ നമ്മൾ ചെയ്തിരിക്കണം തുടങ്ങിയതൊക്കെ കേൾക്കാം, അറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM Sargakshetra. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. ന്യൂട്രീഷൻ വീക്ക് നമ്മൾ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഹെൽത്തിനെ നമ്മൾ പരിചരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലക്ഷ്മി ശ്രീനാഥ്, consultant dietitian, author, entrepreneur from
ഫൺ വെൽനസ് ക്ലിനിക് കടവന്ത്ര എറണാകുളം. നമ്മൾ എന്താണ് ഈ ഒരു വീക്കിൻ്റെ ഗോള് എന്നൊക്കെ നമ്മൾ കേട്ടു. നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ആൻഡ് വിഷൻ എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് ഈ ഒരു കണ്ണിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടും അവശ്യ നിലയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവരറിയുന്നില്ല ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കണ്ണിന് ഞാൻ കൊടുക്കേണ്ടതായിട്ടുള്ള ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കൊടുക്കുന്നില്ലാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നുണ്ട് പലരും. സോ ആദ്യമേ തന്നെ ചോദിക്കേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂട്രീഷൻ്റെയും കാഴ്ചയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാഴ്ച എന്ന് പറയുന്നത് പൊതുവെ ആളുകൾ ഒട്ടും കാണാത്തൊരവസ്ഥയിൽ വരുമ്പോഴാണ് ഒരു കണ്ണ് ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഒരു ഒഫ്താൽമോളജിസ്റ്റിനെയോ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത് എല്ലാവരും ഹോൾ ബോഡി ചെക്കപ്പ് വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്നു. ഈ ഹോൾ ബോഡി എന്ന് പറയുന്നത് കണ്ണ് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടൊരു കാര്യമാണ്. അപ്പൊ കണ്ണിന്റെ ചെക്കപ്പും കൂടെ അതിന്റെ കൂടെ എടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ചെറിയ കുട്ടികൾ ഇപ്പൊ ജോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വൈറ്റ് ലൈറ്റിലും ബ്ലൂ ലൈറ്റും ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ് നമ്മുടെ ടെലിവിഷനും ഫോണുകളും ഒക്കെ. അപ്പൊ പൊതുവെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ കാഴ്ചയൊക്കെ കുറയും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഇതിനെക്കുറിച്ച് അച്ഛനും അമ്മയും ബോധവൽക്കരിക്കണം എന്നുള്ളതൊരു ഇമ്പോർട്ടന്റ് കാര്യം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് തൊട്ടേ ഉള്ള ഒരു ന്യൂട്രീഷൻ പ്രോഗ്രാം ഉണ്ട് ഫോർ സെറോഫ്താൽമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഈ സെറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ഡ്രൈ ആയി, ഇപ്പൊ പൊതുവെ എല്ലാവർക്കും ഉണ്ട് ഈ ഡ്രൈ ആയി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. അതാണ് പതുക്കെ ഈ കാഴ്ച നശിക്കാനൊക്കെ ഉള്ള ഒരു ഇതിലേക്ക്. കാറ്ററാക്ട് ഒക്കെ ഒരുപാട് പേർക്ക് നമുക്ക് ഇപ്പൊ കാറ്ററാക്ട് ഇഷ്യൂ, ഗ്ലോക്കോമ ഇഷ്യൂ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ചെറിയ കുട്ടികൾ മുതൽ ഒരു അഡോളസെന്റ് ഏജ് കൗമാരക്കാരിലും ഒക്കെ നമുക്ക് ഇത്രയും മൈക്രോഗ്രാംസ് ഓഫ് വൈറ്റമിൻ എ ദിവസം കഴിക്കണം എന്നുണ്ട്. അതിന്റെ അർത്ഥം ഉടനെ നമ്മൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും വേണം എന്ന് പറയുമ്പോൾ ഉടനെ ഒരു സപ്ലിമെന്റ് വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്യണത്. അതല്ല, ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ എന്ന വൈറ്റമിൻ ആണ് നമ്മുടെ കാഴ്ച ശക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ വൈറ്റമിൻസ് എങ്ങനെ കിട്ടും എന്ന് ചോദിക്കും. വൈറ്റമിൻസ് എന്ന് പറയുന്നത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളിലുമാണ് ഈ വൈറ്റമിൻസും മിനറൽസും കൂടുതൽ കാണുന്നത്. അപ്പോ ഇപ്പം ഏതൊക്കെ തരം പച്ചക്കറികൾ കാണാൻ ഭയങ്കര ഈസിയാണ്. നമ്മൾ ചെറിയ ബാലവാടിയിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഓറഞ്ച് കളർ, റെഡ് കളർ, പിന്നെ നമ്മുടെ യെല്ലോ കളർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഇതിലൊക്കെ വൈറ്റമിൻ എ ഉണ്ട്. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുമ്പോൾ ഇതൊക്കെ നോക്കി എടുത്ത് വാങ്ങിക്കാം. നമുക്ക് പറയാവുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന പപ്പങ്ങ നല്ല മഞ്ഞ കളറൊക്കെ ആകുമ്പം അല്ലെങ്കിൽ ഓറഞ്ച് നിറം ആകുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആവശ്യത്തിന് വൈറ്റമിൻ എ പറഞ്ഞാൽ വെജിറ്റേറിയൻ ഫുഡ്സിലും അല്ലെങ്കിൽ വെജിറ്റബിൾസിലും പഴവർഗ്ഗങ്ങളിലും ഉള്ള വൈറ്റമിൻ എ ബീറ്റ കാരോറ്റീൻ എന്ന് പറയും. അപ്പൊ ഇത് കുറച്ചും കൂടെ നമ്മൾ ആൾക്കാരോട് പറയുമ്പോൾ ഈ ബീറ്റ കാരോറ്റീൻ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആകുന്നുണ്ട് ശരീരത്തിൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ നോൺ വെജിറ്റേറിയൻ ഫുഡിലുള്ള ആൾക്കാർക്ക് അവരെന്താ കഴിക്കാന്ന് ചോദിച്ചാൽ അവരോട് പറയാം മത്സ്യം, മീൻ, മുട്ട, പാലുൽപ്പന്നങ്ങള്, പിന്നെ ബീഫും ഓർഗൻ മീറ്റ്സിലും ഒക്കെ ഈ പറയുന്ന വൈറ്റമിൻ എ ഉണ്ട്. അപ്പൊ എത്രയെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ എത്രത്തോളം ഒരു ദിവസത്തേക്ക് കഴിക്കണം എന്ന് വെച്ചാൽ ഈ കഴിക്കുന്ന വൈറ്റമിൻ എ ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആവശ്യത്തിലധികം കഴിക്കേണ്ട, എന്നാൽ ആവശ്യാനുസരണം ഒരാഴ്ചയിൽ പറഞ്ഞ 20 മുതൽ 30 ടൈപ്പ് പച്ചക്കറി കഴിക്കുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും പഴയ പച്ചക്കറി എന്ന് പറയുന്ന മത്തങ്ങ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ ക്യാരറ്റ് ഇൻക്ലൂഡ് ചെയ്യുക. ക്യാരറ്റ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുറുക്കായിട്ട് വേവിച്ച് കുറുക്കായിട്ട് കൊടുക്കാം. അപ്പൊ ഈ പറയുന്ന സപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് കാഴ്ച ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ സപ്ലിമെന്റ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം ദിവസം ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ഇതെല്ലാം ലഭിക്കും. ഓക്കെ. അപ്പം ന്യൂട്രീഷനും അതുപോലെ തന്നെ കാഴ്ചയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വമായിട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കേൾക്കാം, അറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോവാൻ. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ന്യൂട്രീഷൻ വീക്കുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂട്രീഷനും കാഴ്ചയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് SK ജംഗ്ഷനിൽ നമ്മൾ സംസാരിക്കുന്നത്. ആൻഡ് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. വി ഹാവ് ലക്ഷ്മി ശ്രീനാഥ്, കൺസൾട്ടന്റ്, ഡയറ്റീഷ്യൻ, ഓതർ, ഓൺട്രപ്രനർ. മാം,
നമ്മൾ എന്താ പറയുക ഈ ഒരു ന്യൂട്രീഷനും കാഴ്ചയും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മുടെ ഫോക്കസ് ചെയ്യുന്ന ന്യൂട്രീഷനിലും കാഴ്ചയിലും തന്നെയാണ്. സോ ഈ ഒരു ഫോക്കസ് പലപ്പോഴും പോകുന്നത്, പക്ഷെ മാം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാഴ്ച ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടതിന് ശേഷമേ നമ്മൾ ഓക്കെ ഇന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ന്യൂട്രീഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ മൂലം ഉണ്ടാകാവുന്ന രോഗങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നമ്മൾ നേരത്തെ അറിയുവാണെങ്കിൽ അതിനെതിരെ ഒരു പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ബാധിക്കാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് മാം? നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് എല്ലാവരും എന്താ പറയുക വർക്കിംഗ് ക്ലാസ് ആണ്. ആർക്കും ഒരു ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോ, ക്യാരറ്റ്, മത്തങ്ങ, ഇലവർഗ്ഗങ്ങൾ നമ്മൾ പൊതുവെ മടിയാണ് കഴിക്കാൻ. അപ്പൊ ഇലവർഗ്ഗങ്ങളിലുണ്ട്. പിന്നെ നല്ല മാമ്പഴം, ഇതിലൊക്കെ വൈറ്റമിൻ എ അല്ലെങ്കിൽ ബീറ്റ കരോട്ടീൻ ഫോമിൽ കിടക്കുന്നുണ്ട്. പക്ഷെ പൊതുവെ നമുക്ക് മടിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഈ വിറ്റമിൻ എ ഡെഫിഷ്യൻസി മെയിൻലി വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ കുട്ടികൾ ടിവിയുടെ അടുത്ത് പോയിരുന്ന് കാണുന്നു, ഫോൺ തൊട്ടടുത്ത് പിടിക്കുന്നു. ഇവർക്ക് കാഴ്ച പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ബുക്കിൽ നേരിട്ട് ലൈറ്റ് വീണയില്ലെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതായത് ലോ ലൈറ്റ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിനാണ് അന്തിക്കുരുട് എന്ന് പറയുന്നത്, ഒരു നൈസ് ബ്ലൈൻഡ്നെസ്. ഒരു സന്ധ്യ ആയി കഴിഞ്ഞാൽ ഈ അമ്മമ്മമാരെ പോലെ കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ച് ചെറുതായിട്ട് അടച്ച് ബുദ്ധിമുട്ടിയൊക്കെ കുട്ടികൾ നോക്കുന്ന കാണാം. അപ്പൊ ആദ്യത്തെ തുടക്കം അതായിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആയിരിക്കും. പിന്നെ പറയും കരയുമ്പോൾ കുട്ടിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല, അപ്പൊ നമ്മൾ പറയും കള്ളക്കരച്ചില്ലാന്ന് പറയും. അത് പൊതുവെ ഒരു ഡ്രൈ ഐ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്, സെറഫ്താൽമിയ എന്നാണ് പറയുന്നത്. ആ കണ്ടീഷൻ ആയിരിക്കാം. ഈ പറയുന്ന ഡ്രൈ ഐ ഇപ്പൊ വലിയവരിലും കണ്ടുവരുന്നു. അപ്പൊ നമ്മള് അത് ഓരോ കുട്ടികളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ വേലായിരിക്കും അത് ആദ്യം എഫക്റ്റീവ് ആവുന്നത്. അപ്പൊ കൺജക്റ്റിവയിലെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഡോക്ടർക്ക് ഇപ്പൊ ചെന്നിട്ട് ഒരു കണ്ണ് ഡോക്ടറിന്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞാൽ അവർക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മള് എന്താ പറയാ, ഇമീഡിയറ്റ്ലി സ്റ്റിച്ചിങ് ടൈം സേവ് ടൈം എന്ന് പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് ഇപ്പൊ വലിയ ആളുകളിൽ തന്നെ അങ്ങനെ പതുക്കെ നമുക്ക് കാഴ്ചയില്ലെങ്കിലും കണ്ണട വയ്ക്കാനുള്ള മടി കാരണം നമ്മൾ പോവില്ല. പിന്നെ ഇതുപോലെ തന്നെ ബിറ്റോട്ട് സ്പോട്സ് ഉണ്ട്. ബിറ്റോട്ട് സ്പോട്സ് എന്ന് പറയുമ്പോൾ കണ്ണിന്റെ അറ്റത്ത്, അതായത് ചെവിയോട് ചേർന്ന ഭാഗത്തെ കണ്ണിന്റെ അറ്റത്ത് ചെറിയ ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ഒരു പാട് കണ്ടു തുടങ്ങും. അപ്പൊ ചിലത് പറയാം പുതിയ മറുകല്ല, ഇത് ചെറിയൊരു ബിറ്റോട്ട് സ്പോട്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ, കണ്ണാടി നോക്കിയാൽ കാണാൻ പറ്റും. അതും ഒരു ലക്ഷണം ആണ്, ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. അത് പതുക്കെ കൂടി വരുമ്പോഴത്തേക്കും കോർണിയൽ എഫക്റ്റഡ് ആവും. നമുക്ക് ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഒരുപാട് മാൽന്യൂട്രീഷൻ, പോഷണം വളരെ കുറവുള്ള കുട്ടികളെ നമുക്ക് കണ്ടറിയാൻ പറ്റും. കണ്ണ് പൊട്ടിയ ഗ്ലാസിന്റെ പരുവത്തില് കണ്ണിന്റെ കൃഷ്ണമണി കാണാൻ പറ്റും. അപ്പൊ അതിനൊരു കോർണിയൽ സിറോസിസ് അല്ലെങ്കിൽ കോർണിയയുടെ ഒരു ഡ്രൈനെസ് ആണ്. അതൊന്നും പിന്നെ റിവേഴ്സിബിൾ പോസിബിൾ അല്ല. അപ്പൊ അത്രയും വരെ എത്തിക്കാനതിന് മുമ്പ് ഇങ്ങനെ ലക്ഷണം കാണാൻ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോവാം. അതേസമയം കുട്ടികളെ ആണെങ്കിൽ പീഡിയാട്രീഷ്യനെ കാണിക്കുക. വലിയവർ അഡൽട്സ് ആണെങ്കിൽ അവരുടെ ഫിസിഷ്യനെയോ അല്ലെങ്കിൽ അവരുടെ ഡയറ്റീഷ്യനെ ചോദിച്ചാൽ ഡയറ്റീഷ്യൻ ഫുഡിന്റെ ലിസ്റ്റ് ഒക്കെ തരും. പിന്നെ സപ്ലിമെന്റ്സ് വേണം എന്നൊരു അവസ്ഥയിൽ എത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിനെ കാണാൻ, ഡോക്ടർക്ക് സപ്ലിമെന്റ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് തരാൻ പറ്റും. അടുത്ത ഇമ്പോർട്ടന്റ് അറിയേണ്ടത്, നമ്മൾ ഗ്രാമങ്ങളിൽ വസിക്കുന്ന ആളുകളാണെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് ഒരു 6 മാസം കൂട്ടുമ്പോൾ കുട്ടികൾക്ക് വിറ്റമിൻ ഇയുടെ സപ്ലിമെന്റ് ഡ്രോപ്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ വീടുകളിൽ വരുമ്പോൾ ഇവിടെ ഇല്ല കുട്ടി സ്കൂളിൽ പോയി നിന്നും പറഞ്ഞ് അയക്കാതിരിക്കുക. കാരണം ഒരു 2 ലക്ഷം ഇന്റർനാഷണൽ യൂണിറ്റ്സ് 6 മാസത്തിൽ ഒരിക്കലും ഒരു കുട്ടിക്ക് കൊടുത്താല് ഭാവിയിൽ ഇപ്പൊ ആ കുട്ടി ഒരു ടീനേജറോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആവുമ്പോൾ അവർ ഗർഭിണി ആവുമ്പോൾ പോലും അത് കുട്ടീനെ എഫക്ട് ചെയ്യില്ല. കാരണം അമ്മയുടെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി അൾട്ടിമേറ്റ്ലി കുട്ടികൾ ഉണ്ടാകാൻ പോകുന്ന ഗർഭത്തിലുള്ള കുട്ടികളെ പോലും എഫക്ട് ചെയ്യും. അപ്പൊ അത് നമ്മൾ ലോങ് റണ്ണിൽ ഇതൊരു പ്രശ്നമായിട്ട് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് വർക്കേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അവര് വൈറ്റമിൻ ഇ ഡ്രോപ്സ് തരുന്നുണ്ട് ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് വഴി, അതെടുക്കുക. മറ്റേ ICDSന്റെ പ്രോഗ്രാംസ് ഉണ്ട് ബാലവാടികളിലും അംഗനവാടികളിലും, അതും ആക്സെപ്റ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി ചെറിയ കാര്യമല്ല. കാഴ്ച മാത്രമല്ല നശിക്കുന്നത്, നമ്മുടെ പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി. ഇപ്പൊ കോവിഡും ഡെങ്കു പല പനികളിൽ നിന്ന് ഇമ്മ്യൂണിറ്റി നേടാൻ നമുക്ക് വൈറ്റമിൻ എ അത്യാവശ്യമാണ്. അതേപോലെ എല്ലാവർക്കും നല്ല സ്കിന്ന് പുറമെ ക്രീം തേച്ച് ശരിയാക്കുന്നതാണ്. പക്ഷെ സ്കിന്ന് നന്നാവണമെങ്കിൽ, ഇപ്പൊ ഡ്രൈ സ്കിൻ, ഭയങ്കര ഒരു ആക്നെ, നമ്മുടെ പിമ്പിൾസ് ഒക്കെ സ്കിന്നിൽ വരുന്ന വൺ ഓഫ് ദ റീസൺ വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി തന്നെയായിരിക്കാം. പിന്നെ ഭാവിയിൽ അമ്മയാവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണെങ്കിൽ
അത് ശ്രദ്ധിക്കുക. റിപ്രൊഡക്ഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസീസിലേക്ക് കൊണ്ടുപോകുമെന്ന് പലപ്പോഴും നമ്മൾ അറിയാതെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഒരു ന്യൂട്രീഷൻ, അതുപോലെ തന്നെ വിഷൻ എന്ന് പറഞ്ഞല്ലേ മാം? അതെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ന്യൂട്രീഷൻ വീക്കിലെ നമ്മൾ കാഴ്ചയെ എങ്ങനെ നമ്മൾ ന്യൂട്രീഷനുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിൻ്റെ ആ ഒരു കാഴ്ചയുടെ വിഷൻ കൂട്ടാം, അതിൻ്റെ ഒരു മെയിൻ്റനൻസ് എങ്ങനെ നിലനിർത്താം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. SK ജംഗ്ഷൻ തീരുന്നില്ല, ഇനിയും ഉണ്ട്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. അങ്ങനെ നമ്മൾ ഇന്ന് ന്യൂട്രീഷൻ വീക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ ഒരു ഡയറ്റീഷ്യൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. വി ഹാവ് ലക്ഷ്മി ശ്രീനാഥ്, കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ, ഓതർ, ഓൺടർപ്രണർ ഫ്രം ഫൺ വെൽനസ് ക്ലിനിക്, കടവന്ത്ര, എറണാകുളം. നമ്മൾ ന്യൂട്രീഷൻ വിഷൻ എന്നൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ സംസാരിച്ചു വരുന്നത്. അപ്പം ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ഒരു മനുഷ്യനെ എന്തിലേക്ക് നയിക്കും എന്നുള്ളത് നമ്മൾ കേട്ടു. അപ്പം ഇതിന് ഫുഡ് ധാരാളം ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ക്യാരറ്റ്, പപ്പായ ഒക്കെ ഈ ഒരു കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അല്ലെങ്കിൽ അറിയാത്തവർക്ക് ഒരു അറിവായിട്ട് എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ളത്, അപ്പം മനഃപൂർവ്വമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ ഏതൊക്കെയാണ്? നമ്മള് വൈറ്റമിൻ എ എന്ന് പറഞ്ഞല്ലോ. വൈറ്റമിൻ എ 2 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളിലും കിട്ടുന്ന വൈറ്റമിൻ എ ഉണ്ട്, അതിന് ബീറ്റ കരോട്ടിൻ എന്നാ പറയുന്നത്. രണ്ടാമത് നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡ്സിൽ അത് ഡയറക്റ്റ് വൈറ്റമിൻ എ ആണ്. അപ്പൊ ഞാൻ ആദ്യം രണ്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്സ് ഏതൊക്കെ കഴിച്ചാൽ പറയാം. വൈറ്റമിൻ എ ഡയറക്റ്റ്ലി കിട്ടുന്നത് നോൺ വെജ് ഫുഡ്, ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ മീന്, മുട്ട, പാലുൽപ്പന്നങ്ങള്, ബീഫ്, അത് റെഡ് മീറ്റ്, പിന്നെ ഓർഗൻ ഫുഡ്സ് എന്ന് പറയും. ഓർഗൻ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ലിവർ, കിഡ്നി ഒക്കെ ഉള്ള ആനിമൽ ഫുഡ്സ് നിന്നുള്ള എല്ലാം ഡയറക്ട്ലി വൈറ്റമിൻ ശരീരത്തിലേക്ക് കിട്ടും. ഈ പറയുന്ന വൈറ്റമിൻ 70 മുതൽ 90% നമ്മുടെ ബോഡി ആഗിരണം അബ്സോർബ് ചെയ്തെടുത്തോളും. പിന്നെ രണ്ടാമത് പറയുന്നത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും. അതിന് കിട്ടുന്നത് ബീറ്റ കരോട്ടിൻ എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് കിട്ടുന്നത്. അപ്പൊ അത് ശരീരത്തിൽ ചെന്ന് ലിവർ അത് വൈറ്റമിനെ ബോഡിക്ക് ശരീരത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പൊ കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ചിലപ്പോൾ ഒരു 10 മുതൽ 65% കൺവേർട്ട് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പൊ അത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ, ഞാൻ ഏറ്റവും പഴയ അല്ലെങ്കിൽ പുരാതന പച്ചക്കറി എന്ന് പറയുന്ന മത്തങ്ങ, പിന്നെ അതേപോലെ ക്യാരറ്റ്, പിന്നെ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, ഈ കളറുകളിലുള്ള എല്ലാ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളിലും പൊതുവെ ബീറ്റ കരോട്ടിൻ കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മുടെ നല്ല ഒന്നാന്തരം മാമ്പഴം, അപ്പൊ സീസൺ ആവുമ്പോൾ മാമ്പഴം കഴിക്കുക, പിന്നെ പഴുത്ത പപ്പങ്ങ കഴിക്കുക, പിന്നെ പുറത്തുനിന്ന് വന്ന നമ്മുടെ മഞ്ഞ ആപ്രിക്കോട്ടിന്റെ അകത്ത് ഇതുണ്ട്. ഏറ്റവും പറയാൻ വളരെ നമുക്ക് തുച്ഛമായ വിലയിൽ കിട്ടുന്ന ഇലവർഗ്ഗങ്ങൾ, ചീരയൊക്കെ ഇതിൽ പെടും. അതിനകത്തൊക്കെ നമുക്ക് ബീറ്റ കരോട്ടിൻ കാണും. അപ്പൊ ചോദിക്കുക, ഏതാണ് നമുക്ക് നല്ലത്? ഈ നോൺ വെജിറ്റേറിയൻ ഫുഡാണോ വെജിറ്റേറിയൻ ഫുഡാണോ? അപ്പൊ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാൽ മുഴുവൻ കിട്ടും. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയാൽ പ്രശ്നമാണ്. അപ്പോൾ 70 മുതൽ 90 അബ്സോർബ് ചെയ്യപ്പെടും. മറ്റേ പച്ചക്കറികൾ കഴിക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ശരീരത്തിന് എത്ര വൈറ്റമിൻ വേണോ അത് മാത്രമേ ഈ പച്ചക്കറികളിൽ നിന്നും ശരീരം എടുത്ത് കൺവേർട്ട് ചെയ്യുള്ളൂ. ശരീരത്തിന് അറിയാം എനിക്ക് ഇത്രയും മതി, ഇത്രയും വേണ്ട. അപ്പൊ വെജിറ്റേറിയൻസിന് വൈറ്റമിൻ കിട്ടും, പക്ഷെ അവരെ ടോക്സിസിറ്റി ഒരുപാട് അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്ന പോലെയാണ് വൈറ്റമിൻ എയുടെ കാര്യം. അപ്പൊ അതുകൊണ്ട് വെജിറ്റേറിയൻസ് ഒരു സേഫ് സോണിലാന്ന് പറയാം. വെജിറ്റബിൾ ഫുഡ്സ് എല്ലാം 30 തരം പച്ചക്കറികൾ ഒരാഴ്ച കഴിച്ചാൽ അവർക്ക് വേണ്ട വൈറ്റമിനെ ശരീരത്തിൽ ലിവർ കരട് സ്റ്റോർ ചെയ്യും. നോൺ വെജിറ്റേറിയൻസ് ഈ പറഞ്ഞ പോലെ ബീഫും മീനൊക്കെ കുറച്ചധികം അങ്ങോട്ട് പോയി കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വൈറ്റമിൻ അതിൽ ഒരുപാട് അങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ടോക്സിസിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്, അത് അതിലേക്ക് നയിക്കപ്പെടും. അപ്പൊ അത് നമ്മുടെ ശരീരത്തിന്റെ ദൂഷ്യവശങ്ങളാണ് നമുക്ക് പ്രദാനം ചെയ്യുക. യെസ്, അപ്പം എന്താ അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ തന്നെ ധാരാളം ആവാനും പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായുള്ളത് നമ്മൾ അതിൻ്റെ ഒരു ഇൻടേക്ക് നമ്മൾ എടുക്കുകയും കൂടെ വേണം, അല്ലേ?
അതെ, പച്ചക്കറി കഴിക്കുമ്പോ എല്ലാ റെഡോ ഓറഞ്ചും യെല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങ് ധൈര്യമായിട്ട് അങ്ങ് കഴിച്ചാൽ കളർഫുൾ ആവട്ടെ എല്ലാ ഫുഡ് ഐറ്റംസ് ആവട്ടെ എല്ലാ ആഴ്ചകളും. അതെ, ഓക്കെ. അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചാൽ നമ്മുടെ മുന്നിലുള്ള കളറിനെ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും, ഒരു മങ്ങലോ ഒന്നും ഇല്ലാണ്ട് തന്നെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ കാഴ്ചയെ നിലനിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ഫുഡ് ഐറ്റംസിലൂടെ നമ്മൾ എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് തുടങ്ങിയതൊക്കെ നമുക്ക് കേൾക്കാനുള്ള സമയമാണ് ഇന്നത്തെ SK ജംഗ്ഷൻ. കാരണം സെപ്റ്റംബർ 1 to 7 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ന്യൂട്രീഷൻ വീക്കായിട്ടാണ്. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം, അറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. അങ്ങനെതാ നമ്മൾ ഇന്ന് ന്യൂട്രീഷൻ വീക്ക് ആചരിക്കുമ്പോൾ നമ്മളും നമ്മുടെ FM-ലൂടെ ന്യൂട്രീഷൻ വീക്ക് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ അറിവുകളും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സോ നമ്മൾ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ന്യൂട്രീഷൻ ആൻഡ് വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇക്കാര്യം പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ലക്ഷ്മി ശ്രീനാഥ്, കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ, ഓതർ, ഓൺടർപ്രണർ ഫ്രം ഫൺ വെൽനസ് ക്ലിനിക് കടവന്തര, എറണാകുളം. നമ്മൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു, നമ്മുടെ ഒരു കണ്ണിൻ്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ വിഷൻ ഏറ്റവും ബെസ്റ്റ് ആക്കാനായിട്ട്. അപ്പം ഏതൊരു ഡോക്ടറുമായിട്ട് നമ്മൾ സംസാരിച്ചാലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. അപ്പം ഈ വെള്ളം കുടി അല്ലെങ്കിൽ ഈ ഹൈഡ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഒരു കണ്ണിൻ്റെ കാഴ്ചയെ ബെസ്റ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നത്? ഈ ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ അത് വെള്ളമാകാം, ജ്യൂസ് ആവാം, ചായ, കാപ്പി, ഇതൊക്കെ ആവാം. പക്ഷെ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് ലിക്വിഡ് രൂപത്തിൽ എന്തും കൊടുക്കുന്നു, മോരും വെള്ളം ആവാം, രസമാവാം, എന്തും ആവാം. പക്ഷെ നമ്മൾ അറിയുന്നത് ഇതെങ്ങനെ നമ്മുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്ന് പറഞ്ഞാൽ കാപ്പി, ചായ ഇതെല്ലാം ശരീരത്തിനെ ഹൈഡ്രേഷൻ ഇല്ലാണ്ടാക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡീഹൈഡ്രേറ്റഡ് എന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ അതിന്റെ നിറം നോക്കുക. സാധാരണ ആൾക്കാർക്ക് അതിനൊന്നും സമയമില്ല. അപ്പൊ നിറം നോക്കുക. ഡിപ്പെൻഡിങ് അപ്പോൺ ദ കളർ ഓഫ് യുവർ യൂറിൻ എന്നാണ് പറയുന്നത് നമ്മൾ വെൽ ഹൈഡ്രേറ്റഡ് ആണോ അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ ഒരു ട്രാൻസ്പെറന്റ് ആണ്, ലൈറ്റ് യെല്ലോ എങ്കിൽ യു ആർ എന്ന സേഫ് സോൺ, വെൽ ഹൈഡ്രേറ്റഡ്, നല്ല വെള്ളം കൂടിയുള്ള ബോഡിയാണ്. നമ്മുടെ ശരീരവും നമ്മുടെ ത്വക്കിലൂടെ താങ്ക്സ് പറയും. അതുപോലെ കണ്ണ് നമ്മൾ കണ്ണും ചുണ്ടും നഖവും ഒക്കെ നോക്കിയാൽ ഒരാൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ടെന്ന് പൊതുവെ ഒരു മെഡിക്കൽ ഹെൽത്ത് പ്രാക്ടീഷണറിന് അറിയാൻ പറ്റും. കണ്ണൊക്കെ വളരെ ഡ്രൈ ആയിട്ട് കണ്ണിന്റെ മുകളിൽ എപ്പോഴും ഇങ്ങനെ തരുതരിപ്പും സ്കിൻ ഇങ്ങനെ ചുളിഞ്ഞിരിക്കുവാണെങ്കിൽ ഓർത്തോണം, ദാറ്റ് ഈസ് വൺ രീതി ഓഫ് ബീങ് ഡീഹൈഡ്രേറ്റഡ്. അതേപോലെ ചുണ്ട് വരണ്ട് പൊട്ടുക എന്നുള്ളത് പറഞ്ഞാലും വൺ രീതി ഓഫ് ബീങ് ഡീഹൈഡ്രേറ്റഡ് ആണ്. അപ്പൊ പി ടെസ്റ്റ് എന്നാണ് നേരത്തെ യൂറിന്റെ കാര്യത്തിൽ പറഞ്ഞത്. കളർ നോക്കുക, അവനവൻ ഹൈഡ്രേറ്റഡ് ആണോ ഇല്ലയോ എന്ന് ഒന്ന് അറിയാൻ പറ്റും. പിന്നെ ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ഇന്ന് ഒരാളോട് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും 3 ലിറ്റർ വെള്ളം കുടിക്കും. അത് ഒരു നല്ല പ്രാക്ടീസ് അല്ല. ചിലപ്പോ നിങ്ങൾക്ക് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിക്കോളാം, നമുക്കറിയില്ല. നമ്മൾ സ്വീറ്റ് ടു ദ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വയറ് ഭയങ്കര ഡിസ്റ്റൻഡഡ് ആണ്, പുറം വേദനയൊക്കെ ഉണ്ടെങ്കിൽ മേ ബി നമുക്കൊരു ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ട്. ആ സമയത്ത് അധികം വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ നേരെ വിപരീത ഫലമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പം ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കുക. ചെറിയ കുട്ടികൾ 1.5 മുതൽ 2 ലിറ്റർ കുടിച്ചാൽ മതി. എന്നാൽ ഇപ്പൊ ആ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാരാണ്, പ്രൊഫഷണൽസ് ആണ്, ദിവസവും 4-5 മണിക്കൂർ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർ 3.5 മുതൽ 4 ലിറ്റർ വരെ കുടിക്കേണ്ടി വരും. അപ്പൊ പൊതുവെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സേഫ് സോണിലാവാൻ വേണ്ടിയിട്ട് 2-2.5 ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കുക. പക്ഷെ ഈ കുടിക്കാൻ പറഞ്ഞ ഉടനെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഓർക്കും, അയ്യോ ഞാനിന്ന് വെള്ളം കുടിച്ചിട്ടില്ല, എന്നാൽ ഒറ്റയടിക്ക് ഞാൻ 2 ലിറ്റർ വെള്ളം കുടിച്ചു കളയാം. അപ്പോഴും ഇറ്റ് ഇസ് എക്സ്ട്രാ കിഡ്നി. അപ്പൊ എന്താ ചെയ്യുന്നത്, രാവിലെ മുതൽ എഴുന്നേൽക്കുന്നത് മുതൽ ഡിവൈഡ് ചെയ്ത് ഓവർ ദി എൻറ്റയർ ഡേ വെള്ളം കുടിക്കുക. ഒരു 7 മണിക്കൂറിൽ ഈ പറഞ്ഞ 2 ലിറ്റർ ഒക്കെ കുടിച്ചു തീർക്കാവുന്നതാണ്. വളരെ സിപ്പ് ചെയ്ത് കുടിക്കാം, ഊണ് കഴിക്കുന്നതിന് മുമ്പ് കുടിക്കാം, രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കുടിക്കാം, വൈകുന്നേരം കുടിക്കാം. ഒരു രാത്രി 7 മണിക്ക് ശേഷമാണെങ്കിൽ അത് വളരെ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ലാറ്ററിലേക്കുള്ള പോക്ക് നമുക്ക് കുറയ്ക്കാം. അപ്പൊ അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അപ്പൊ അത് എങ്ങനെ കണ്ണിനെ വിഷനെ എഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ പൊതുവെ വെള്ളം കുടിക്കാത്ത ഒരാളുടെ വിഷൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. വൺ ഓഫ് ദ റീസൺ ഫോർ ലൂസിങ് ദ വിഷൻ ഇതും ആയിരിക്കാം.
ഈ പറയുന്ന ഒരു വെള്ളം കുടി ചിലപ്പോൾ കുറവായിരിക്കാം. ചിലപ്പോൾ അയാൾ വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ഹൈഡ്രേഷൻ വരും. he or she might feel better. അത് ഡയറക്റ്റ് റിലേഷൻ ഉണ്ടോന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ദിസ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ. യെസ്, അപ്പോൾ എന്തായാലും ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതിനകത്ത് കാഴ്ച എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബെസ്റ്റ് ആക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. സോ കീപ് ഓൺ ലിസ്ണിംഗ് ടു SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM കാതൂർ, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെ ഉള്ളത് ജോ ആണ്. ആൻഡ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ന്യൂട്രീഷൻ ആൻഡ് വിഷനെ കുറിച്ചാണ്. കാരണം September 1 to 7 ന്യൂട്രീഷൻ വീക്ക് നമ്മൾ ആചരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ന്യൂട്രീഷൻ എങ്ങനെ കാഴ്ചയെ ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂട്രീഷൻ ഫുഡ് ഐറ്റംസ് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കൂടുതലും കഴിക്കേണ്ടത് ഒക്കെ നമ്മൾ കേട്ടിരിക്കുകയാണ്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ലക്ഷ്മി ശ്രീനാഥ്, കൺസൾട്ടൻറ്റ് ഡയറ്റീഷ്യൻ, ഓതർ, ഓൺട്രപ്രനർ. മാം, ഇപ്പം നമ്മൾ സംസാരിച്ചു ഫുഡ് ഐറ്റംസ് ഏതൊക്കെ കഴിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പം ഈ ചിലപ്പം ഈ ഒരു ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ പോയി വിറ്റമിൻ എന്റെ സപ്ലിമെന്റ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പം ഡോക്ടർ പറയുകയാണ് ഇങ്ങനെ ഒരു കമ്പം, അല്ലെങ്കിൽ ഇപ്പം വീഡിയോയിലൊന്ന് കാണുകയാണ്, യൂട്യൂബ് വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ഹെൽത്തിനെ ഒന്ന് ഓക്കെ ആവാനായിട്ട് നമ്മൾ പല വീഡിയോസും കാണും. അപ്പോൾ ഈ വീഡിയോസിലൊക്കെ കാണുന്നതനുസരിച്ച് നമ്മൾ സപ്ലിമെന്റ്സ് പോയി കഴിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അത് പോയി കഴിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള സപ്ലിമെന്റ്സ് നമ്മൾ പല ആവശ്യങ്ങൾക്കും കഴിക്കാറുണ്ട്. ആൻഡ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു കാഴ്ച ഒരു ആരോഗ്യം അല്ലെങ്കിൽ കണ്ണിന്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സപ്ലിമെന്റ്സ് പലരും കഴിക്കുന്നുണ്ട്. സോ അതിന്റെ ഉപകാരം എന്തുമാത്രമാണ്, അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്താണ്, അതിന്റെ ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഒന്ന് പറയാവോ? നമ്മള് പണ്ട് അച്ഛനമ്മമാര് പറഞ്ഞുവരും നെല്ലും പതിരും തമ്മിൽ തിരിച്ചറിയുകയാണ്. ഇത് തന്നെയാണ് പ്രേക്ഷകരോടും പറയാനുള്ളത്. നമ്മൾ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നെല്ലും പതിരും, നല്ലതും ചീത്തയും നമ്മൾ നോക്കുക. അത് വരുന്ന സോഴ്സ് കറക്റ്റ് ആയിട്ട് ഒരു മെഡിക്കൽ ഹെൽത്ത് ഡയറ്റീഷ്യൻ ആവാം, ഒരു ഡോക്ടർ ആവാം, ഇവരിൽ നിന്നാണോ വരുന്നത് എങ്കിൽ നമുക്കത് ഒരു പരിധി വരെ ഫോളോ ചെയ്യാം. പിന്നെ ഈ പറയുന്നത് നമ്മൾ പൊതുവെ ആയിട്ടായിരിക്കും ഈ ഗൈഡ് ലൈൻസും ഈ ഉപദേശങ്ങളൊക്കെ പറയുന്നത്. അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിന്റെ കണ്ടീഷൻ ഡിഫറെന്റ് ആണ്. ഒരാൾക്കുള്ള അസുഖം മറ്റേ ആൾക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ കാണുന്നത് തന്നെ നമ്മൾ എല്ലാവരും വ്യത്യസ്തമാണ്. അപ്പൊ അത് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഇങ്ങനെ ഒരു അന്ധത പോലെ വരുന്നു എങ്കിൽ അത് ആദ്യം പോയിട്ട് ഡോക്ടറെ കാണാൻ. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കണ്ണ് ഡോക്ടറെ അല്ലെങ്കിൽ അവനവന്റെ ഫിസിഷ്യൻ ഉണ്ടാവും, ഡോക്ടേഴ്സിനെ കാണാം. അപ്പൊ ഡോക്ടേഴ്സ് പറയും ഇത് ഡയറ്റ് കൊണ്ട് മാറ്റാവുന്നതാണ്. എങ്കിൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഭക്ഷണം എന്നാണ്, അല്ലാണ്ട് ഡയറ്റ് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞു പോകാനുള്ള രീതി എന്നുള്ളതല്ല അർത്ഥം. അപ്പൊ ഒരു ഡയറ്റീഷ്യനും ന്യൂട്രീഷനിസ്റ്റോ കണ്ട് ഏതൊക്കെയാണ് ലിസ്റ്റ് ഓഫ് ഫുഡ്സ് നോക്കുക. ഉടനെ ഗൂഗിൾ ചെയ്താലും AI എടുത്താലും ശരിയായ ഇൻഫർമേഷൻ വന്നോളണമെന്നില്ല. രണ്ടാമത് ഡോക്ടർമാര് സപ്ലിമെന്റ് പറയും, ഇത്രയും നാളത്തേക്ക് കഴിക്കാവുള്ളൂ എന്ന് പറയും. അപ്പൊ അങ്ങനെ അത് പറഞ്ഞ സമയത്തിനുള്ളിൽ കഴിച്ചു തീർക്കുക. പക്ഷെ ചിലർ വിചാരിക്കുക എന്നാൽ കണ്ടിന്യൂസ് അങ്ങ് എടുത്തേക്കാം, ഒരു ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് വേദവാക്യം പോലെ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങ് കഴിക്കും. അപ്പോഴത് ഓവർഡോസ് ആവും. സാധാരണ മരുന്നുകൾ പോലെ തന്നെയാണ് ഈ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ്, വൈറ്റമിൻ A ആയാലും D ആയാലും E ആയാലും K ആയാലും, അത് ചുമ്മാ ഓവർ ദ കൗണ്ടർ വാങ്ങിച്ച് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിക്കരുത്. ഡോക്ടർ പറയുന്ന അനുസരിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതനുസരിച്ചിട്ട് വേണം കഴിക്കാൻ. കാരണം ഇത് അധികമായാൽ എന്ത് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധികമായാൽ മസിൽസിനെ എഫക്ട് ചെയ്യും, മസിൽ ടയറൊക്കെ വരാം. പിന്നെ നമ്മുടെ ബോൺസിന്, എല്ലുകളുടെ ബലം കുറയും. ഓർഗൻസ് പറഞ്ഞാൽ ഉള്ളിലുള്ള അവയവങ്ങൾ, ലിവർ പോലുള്ള അവയവങ്ങളിൽ ലിവർ ഫൈബ്രോസിസ് മുതൽ സിറോസിസ് വരെ നമുക്ക് വരാം. ബോൺ ഡെൻസിറ്റി കുറഞ്ഞ് വെള്ളൊടിയാം. പിന്നെ അത് മാത്രമല്ല തിരിച്ച് എഫക്ട് ചെയ്യും, നമുക്ക് കാഴ്ചയെ എഫക്ട് ചെയ്യും. അപ്പൊ വീണ്ടും ഒരു ബ്ലൈൻഡ്നെസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു അന്ധതയിലേക്ക് പോവാൻ ഈ അധികം കഴിച്ചത് കൊണ്ടും ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എല്ലാം ഒരു മിതമായി ഒരു ഡോക്ടറുടെ അല്ലയോ ഡയറ്റീഷ്യനെയോ കണ്ടിട്ട് സപ്ലിമെന്റ് ആയാലും ഭക്ഷണമായാലും മുമ്പോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും അണ്ടർ കൺസൾട്ടേഷൻ നമ്മൾ ഇതെല്ലാം ചെയ്യുക. അപ്പം വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, അധികമായാൽ അമൃതും വിഷം, ആൻഡ് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നെല്ലും പതിരും തമ്മിൽ നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ചുമതല മൊത്തത്തിൽ നമ്മളുടേത് മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ കഴിക്കേണ്ട ആ സപ്ലിമെൻറ്റ്സും അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ ഏതാണ് എങ്ങനത്തെയാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിവോടുകൂടെ ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് SK ജംഗ്ഷനിൽ ഇനി കുറച്ച് പാട്ടുകളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. അപ്പം അങ്ങനെ ഉപകാരപ്രദമാകുന്ന ഇനിയും ചില കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ
സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. യെസ്, നമ്മൾ രാവിലെ മുതൽ ഈ നേരം വരെ ന്യൂട്രീഷനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സെപ്റ്റംബർ 1 to 7 ന്യൂട്രീഷൻ വീക്കാണ് ആൻഡ് നാഷണൽ ന്യൂട്രീഷൻ മന്താണ് നമ്മൾ സെപ്റ്റംബർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ ഉള്ളിലേക്ക് വരുത്തുക എന്നുള്ള ഒരു ആശയത്തോടു കൂടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ആചരിക്കുമ്പോൾ ഇത് കൂടുതലും സ്പെഷ്യലാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. വി ഹാവ് ലക്ഷ്മി ശ്രീനാഥ്, കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ, ഓതർ, ഓൺടർപ്രണർ ഫ്രം ഫൺ വെൽനസ് ക്ലിനിക്, കടവന്തര, എറണാകുളം. നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഫുഡ് ഐറ്റംസിനെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ വിഷനെ ബെസ്റ്റ് ആക്കാനായിട്ട് സാധിക്കുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ന്യൂട്രീഷ്യൻസ് ആണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെ രോഗങ്ങളിലേക്കാണ് ഇത് നയിക്കാനായിട്ട് കാരണമായി മാറുന്നത്, ഈ ലാക്ക് ഓഫ് ന്യൂട്രിയൻസ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായിട്ട് നമ്മുടെ ലിസണേഴ്സിനോട് മാമിന് എന്താണ് പറയാനായിട്ടുള്ളത്? നമ്മൾ ഒരു കാര്യം അറിയേണ്ടത്, നമ്മളെല്ലാവരും കാണാൻ തന്നെ വളരെ വ്യത്യസ്തരാണ്. എല്ലാവരും നമ്മളെ പോലെ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് വരില്ല. അപ്പൊ അത്രയും വ്യത്യസ്തതയുള്ള ആൾക്കാർ ഒരു കാര്യം അറിയാം, നമ്മൾ ഡിഫറെന്റ് ബോഡി ടൈപ്സും കൂടിയാണ്. അപ്പോ ഒരാൾ കഴിക്കുന്ന ഭക്ഷണ രീതി നമ്മൾ അതേപടി ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ജീവിത ശൈലി ഉണ്ട്. അപ്പൊ ആ ജീവിത ശൈലിയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഡയറ്റിലാണോ എന്ന് ചോദിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിത ശൈലി എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്, ഒരാളുടെ അടുത്ത് നിന്ന് ഉപദേശം കിട്ടുന്നതെങ്കിൽ. അപ്പൊ ഡയറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അല്ല, ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതുപോലെ രാവിലെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ രാവിലെ ശോധന ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പൊ നമ്മൾ പല്ല് തേക്കുന്നതും കുളിക്കുന്നതും പോലെ തന്നെ നമ്മളെല്ലാം നിഷ്ഠയോടെ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും അറിയേണ്ടത് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. നമ്മളെ ബോധത്തോടെ നമ്മുടെ മുമ്പിൽ ഭക്ഷണത്തിന്റെ പ്ലേറ്റ് ഉണ്ട്, അതിന്റെ സൈഡിൽ ഫോണില്ല, മുമ്പിൽ TV ഇല്ല, നമ്മൾ കൂട്ടത്തോടെ കുടുംബത്തോടെ എല്ലാവരും സന്തോഷത്തോടെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പൊ സന്തോഷത്തോടെ പ്ലേറ്റിലുള്ള ആവശ്യത്തിന് ഭക്ഷണം നമ്മൾ ചവച്ചരച്ച് ഒരു അരമണിക്കൂറിനടുത്ത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക. പ്ലേറ്റില് ഇപ്പൊ തൈര് സാദം ഉള്ളൂ എങ്കിൽ പോലും അതൊരു സന്തോഷത്തോടെ കഴിക്കുക. തൈര് സാദത്തിന്റെ കൂടെ നമുക്ക് എപ്പോഴും ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ഒരു മീലാണ്. ചിലപ്പോൾ 10 ദിവസം ഞാൻ തൈര് സാദം തന്നെ ആയിരിക്കും കഴിക്കുന്നത്, പക്ഷേ അതിന്റെ അകത്ത് ഓൾറെഡി കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഉണ്ട്. അതിന്റെ കൂടെ നിറച്ച് പച്ചക്കറി കഴിക്കാൻ ശ്രമിക്കുക, അതുപോലെ പഴവർഗ്ഗങ്ങളും ഇതെല്ലാം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, ഞാനിപ്പോ ഇത് കോമൺ ആയിട്ടൊരു ഗൈഡ് ലൈൻ ആയിട്ടാണ് പറയുന്നത്. പലർക്കും പല ബോഡി കണ്ടീഷൻ ഉണ്ടാവും, മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ തന്നെ തീരുമാനങ്ങൾ എടുക്കാതെ നമ്മൾ ഡോക്ടറെ പോയി കാണുക, അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട് അറിയുന്ന ആളുകളോട് സംസാരിച്ച് നമ്മുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയും തീരുമാനിക്കുക. ഒരു തരം ഫാഷൻ ഡയറ്റ്സിന്റെയും പുറകെ പോവാതിരിക്കുക. കാരണം നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്, നമ്മുടെ ജീവിത ശൈലി വ്യത്യസ്തമാണ്. അപ്പൊ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആൻഡ് മൈൻഡ്ഫുൾ ലിവിങ് ആൻഡ് ബീങ് ഹാപ്പി ഓൾവേസ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. കാരണം സന്തോഷം നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ്. ഇത്രയും ചെയ്താൽ തന്നെ പൊതുവെ എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു മറുപടി ഈ കാര്യത്തിൽ. ഇന്നത്തെ മാസം അതായിരിക്കണം നിങ്ങളും പ്രൊക്ലെയിം ചെയ്യേണ്ടത്. ബി ഹാപ്പി, ബി ഹെൽത്തി. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. അപ്പം മാമിന്റെ വാക്കുകളിലൂടെ നമുക്കും ഒരു ഹാപ്പിനെസ് കിട്ടട്ടെ അല്ലേ? നമ്മളിപ്പം എന്താണോ നമ്മൾ കഴിക്കുന്നത് അതിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളതാണ് മാം എടുത്തു പറയുന്ന ഒരു കാര്യം. സോ എനിവേ, താങ്ക് യു സോ മച്ച് മാം. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ലക്ഷ്മി ശ്രീനാഥ്, കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ. Thank you so much, Joe. Thank you so much. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നാൽ to speak out to people. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. യെസ്, SK ജംഗ്ഷനിൽ നമ്മൾ ഇന്ന് ന്യൂട്രീഷനും വിഷനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടു. ഇനിയും അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് SK ജംഗ്ഷനിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ SK ജംഗ്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ആവുകയാണ്. ദിസ് ഈസ് RJ Cho signing off from SK Junction and you are listening to സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.